ദേശീയോദ്ഗ്രഥനവും മതസൗഹാർദ്ദവും ഉറുദുവിലൂടെ എന്ന മുദ്രാവാക്യങ്ങളുമായി കേരള ഉറുദു യാത്രയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി. ഉറുദു ഭാഷാ പ്രചരണാർത്ഥം ഏപ്രിൽ 2 കാസർഗോഡ് ഉപ്പളയിൽ നിന്നും ആരംഭിച്ച കേരള ഉറുദു ഭാഷാ യാത്രയ്ക്കാണ് മണ്ണാർക്കാട് നജാത്ത് എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകിയത്. ഏകദേശം 720ഓളം വർഷം പഴക്കമുള്ള ഭാഷയാണ് ഉറുദു. ഇന്ന് ഉറുദു എന്നറിയപ്പെടുന്ന ഹിന്ദി ഭാഷ, ഈ ഭാഷ തികച്ചും ഇന്ത്യയിൽ ജനിച്ചതാണ്. അമീർ ഖുസ്രു ആണ് ഇതിന്റെ പിതാവ്. ഡൽഹിയിലും ഹൈദരാബാദിലുമായിട്ടാണ് ഈ ഭാഷ ജനിച്ചത്. ലോകരാജ്യത്ത് ഈ ഇന്ത്യൻ ഭാഷയ്ക്ക് ഇന്ന് 3ാം സ്ഥാനമാണ് ഉള്ളതും. ഉറുദു ഭാഷ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് സംസ്കൃത ഭാഷയായിരുന്നു സംസാര ഭാഷയെങ്കിൽ സംസ്കൃതത്തെ എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാൻ അനുമതിയില്ലാത്തതു കാരണമാണ് ഇന്ത്യയിൽ സ്വന്തം ഭാഷയായി ഉറുദു എന്ന് അറിയപ്പെടുന്ന ഹിന്ദി ഭാഷ ജനിക്കാൻ കാരണവും. പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിൽ ഹിന്ദി ഭാഷ ബ്രിട്ടീഷുകാർക്ക് തലവേദന സൃഷ്ടിച്ചപ്പോൾ അവർ ഭാഷയ്ക്കകത്തും നുഴഞ്ഞുകയറ്റം നടത്തി. അതിന് രണ്ടായി വിഭജിച്ച് യഥാർത്ഥ ഹിന്ദി ഭാഷയെ ഉറുദുവും ഉറുദു ഭാഷയെ ഹിന്ദിയുമാക്കി മാറ്റി. പിൽക്കാലത്ത് ഉറുദു മുസ്ലിം ഭാഷ മാത്രമാണെന്നുള്ള പ്രചരണവും അവർ നടത്തി. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇന്ത്യൻ ചരിത്രകാരന്മാരുടെ ചരിത്രത്തിലെ സത്യത്തേക്കാൾ നമുക്കാവശ്യം ഇംഗ്ലീഷുകാരുടെ തെറ്റായ ചരിത്രമാണ്. ആ തെറ്റായ ചരിത്രമാണ് നമ്മുടെ രാജ്യത്ത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതും. ഭാഷയുടെയും ദേശത്തിന്റെയും വേഷത്തിന്റെയും പേരിൽ നടക്കുന്ന കലഹത്തിന് പിന്നിൽ പഴയ ഇംഗ്ലീഷ് എഴുത്തുകാർ അക്രമത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുമുണ്ട്. യഥാർത്ഥ ഹിന്ദിയല്ല ഇന്ന് നാം സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ആധുനിക ഹിന്ദിയാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KUTA സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ തിരൂർക്കാട് പറഞ്ഞു. കൽക്കത്തയിലെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചതിന് ശേഷമാണ് ഉറുദു ഹിന്ദി എന്ന് 2 ഭാഷകൾ ഇവിടെ ഉണ്ടാക്കിയതും. ഉറുദുവിന്റെ പഴയ പേര് സത്യത്തിൽ ഹിന്ദിയാണ്. അതും നമ്മൾ പലപ്പോഴും ഈ ഹിന്ദിയുടെ പേരിൽ ഉറുദു ഭാഷ ഹൈജാക്ക് ചെയ്തു പോകുന്നുണ്ട്. ഉറുദുവിന്റെ യഥാർത്ഥ പേര് ഹിന്ദിയാണ്, പഴയ പേര്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ, ആ രീതിയിലാണ് അറിയപ്പെടുന്നത്. ഹിന്ദി ഫിലിം പറഞ്ഞാൽ നമ്മളെ സ്കൂളുകളിൽ ഇന്ന് പഠിക്കുന്ന ഹിന്ദി അല്ല. അസൈനാർ നദ്വി മുഖ്യ പ്രഭാഷണം നടത്തി. मैं भी एक हिस्सा बना और मैं ज्यादा से ज्यादा अचंभा कर रहा हूं, अजब कर रहा हूं, आखिर ये उर्दू जबान के लिए, ये उर्दू जबान के नाम हम आज क्यों जमा है? अभी तक भी है हिंदुस्तान में उर्दू के दीवाने. PP മുഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജാഥ അംഗങ്ങളായ ക്യാപ്റ്റൻ അസീം ഭായി, വൈസ് ക്യാപ്റ്റൻ മോഹൻ മാസ്റ്റർ, ജാഥ ഡയറക്ടർമാരായ PKC മുഹമ്മദ് മാസ്റ്റർ, അസീസ് മാസ്റ്റർ, K ഇബ്രാഹിം മാസ്റ്റർ, ലളിത ടീച്ചർ, ഹഫ്സത്ത് ടീച്ചർ, മുസ്തഫ മാസ്റ്റർ എന്നിവരും യോഗത്തിൽ പ്രസംഗിച്ചു. C ഹനീഫ മാസ്റ്റർ സ്വാഗതവും PM ഹംസ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഉറുദു യാത്ര ഏപ്രിൽ 7 തിരുവനന്തപുരത്ത് സമാപിക്കും. റിപ്പോർട്ട് തയ്യാറാക്കിയത് റഹ്മാൻ മച്ചിങ്ങൽ, MC ന്യൂസ് മണ്ണാർക്കാട്.